എല്ലാ പേർക്കും അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഒരു കടല മസാലയാണ് കാണിക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു 3 സവാളയും 2 പച്ചമുളകും എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കടുക്, ഒരു വറ്റൽമുളക്, നിങ്ങൾക്ക് 2 വറ്റൽമുളക് വേണമെങ്കിൽ അതെടുക്കാം. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമുക്കിത് കടുക് പൊട്ടി കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ സവാള ഇടുക. അപ്പോൾ സവാള നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കണം കേട്ടോ. ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം. ഒരുപാട് എരിവ് ഇതിന് വേണ്ട. അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം പച്ചമുളക് ആഡ് ചെയ്യാൻ. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പൊന്ന് ഇടുക. ഉപ്പ് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് വഴണ്ടി കിട്ടും. പിന്നെ ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അടുക്കി പിടിക്കാമെന്ന് തോന്നുന്നു. അടുക്കി പിടിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് മാറിപ്പോകും. അടുക്കി പിടിക്കാതെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം 10-20 മിനിറ്റോളം വേവിച്ചെടുക്കും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതാ ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ വഴണ്ടിട്ടില്ല, എന്നാലും ചെറിയ രീതിയിൽ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഇത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി സവാള നല്ലപോലെ വഴണ്ട് കിട്ടും. അടുക്കി പിടിക്കാതിരിക്കാനാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങളത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, സാദാ മുളക് പൊടിയാണ് കേട്ടോ, എരിവുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാവും. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്നൊക്കെ ഇളക്കി മിക്സ് ചെയ്യുക. അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ എന്നിട്ട് ഒരു 3/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സാദാ മുളക് പൊടി ചേർത്താൽ മതിയാകും. നല്ലതുപോലെ ഇളക്കി വന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാലകളൊക്കെ ഈ സവാളയിൽ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ ഈ മസാലകളൊക്കെ അതിൽ കൂടി നല്ല വെന്ത് ചേരും കേട്ടോ. പച്ചച്ചുവ മാറണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. മസാലയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർക്കാം. ഗരം മസാല ഞാൻ ആദ്യം ചേർത്തിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല നമ്മൾ ചേർക്കുന്നത് ഗരം മസാല ആഡ് ചെയ്യും. ഞാനിപ്പോഴാണ് ചേർത്തത്. ഇനി നമുക്കൊരു ടൊമാറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ചേർക്കാം. ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. സവാള നല്ലതുപോലെ ടൊമാറ്റോ നല്ലതുപോലെ വെന്ത് അതിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ടൊമാറ്റോ വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൊമാറ്റോ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കടലയൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ. നിങ്ങൾക്കിത് നമ്മൾ കറുത്ത കടലയിലും വെളുത്ത കടലയിലും ചെയ്യാം. ഞാനിപ്പോൾ വെളുത്ത കടലയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. എന്നിട്ട് ഈ കൂട്ടെല്ലാം ഇതിലോട്ട് നല്ലതുപോലെ മിക്സ് ആവണം, എങ്കിലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി അടച്ച് വെച്ച് വേവിക്കാം. ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്നപ്പോൾ അതെല്ലാം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി അതിൽ തൂകിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 മിനിറ്റും കൂടി അത് അടച്ച് വയ്ക്കണം. അത് നമ്മളുടെ രുചികരമായ കടല മസാല തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.